ഹായ്, നമസ്കാരം. ലോകത്ത് തെമ്മാടി രാഷ്ട്രമെന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. നമുക്കറിയാം, ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, അതുപോലെ ഫലസ്തീൻ ലബനൻ യുദ്ധങ്ങൾ, ഫലസ്തീൻ ഇറാൻ യുദ്ധങ്ങൾ റീസെൻ്റ്ലി നടന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഇസ്രായേൽ വളരെ ക്രൂവലായിട്ട്, വളരെ ക്രൂരമായി പെരുമാറാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഉത്ഭവം? എങ്ങനെയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഈ ലോകത്ത് ഉണ്ടായത് എന്നൊന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒന്നാം ലോക മഹായുദ്ധം വരെ ഫലസ്തീൻ എന്ന രാഷ്ട്രം, ശ്രദ്ധിക്കണം, ഫലസ്തീൻ എന്ന രാഷ്ട്രം ഒട്ടോമൻ എംപയർ എന്ന സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു, ഒട്ടോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധാനന്തരം മാറിയ ലോകക്രമത്തിൽ ഈ ഫലസ്തീൻ എന്ന രാഷ്ട്രം ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാവുകയായിരുന്നു. ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ഉദയം അല്ലെങ്കിൽ രൂപീകരണം 1947 ശേഷമാണ്. അതായത് ഇസ്രായേൽ ഇൻഡിപെൻഡൻ്റായി ഡിക്ലെയർ ചെയ്യുന്നത് 1948 ആ 1948 യുദ്ധമാണ്. കാരണം ഈ ഡിക്ലെയർ UN ചാർട്ടർ നിയമപ്രകാരം അവർ ബൗണ്ടറി നിശ്ചയിച്ച് ഫലസ്തീനെ വിഭജിച്ച് ഇസ്രായേലും ഫലസ്തീനുമാക്കി മാറ്റിയ അറബ്സ് അതിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1948 യുദ്ധത്തിൽ 7 ലക്ഷം ഫലസ്തീനുകളാണ് ഡിസ്പ്ലേസ്ഡ് ആയത്. കാരണം അവരുടെ വീടുകൾ പോയി, അവരുടെ ഫാം ലാൻഡുകൾ പോയി, അവർ ടോട്ടലി കൊളാപ്സ്ഡ് ചെയ്ത് അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ചെയ്ത് വേറൊരു ഏരിയയിലേക്ക് പറിച്ചു നട്ടു. അതായത് നമ്മളെ നാട്ടിൽ നിന്ന് വേറൊരു ഏരിയയിലേക്ക് നമ്മളെ പറിച്ചു നട്ടു. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫലസ്തീനിൽ നമുക്ക് ഈ 1948 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫലസ്തീനിൽ ജ്യൂസും ഉണ്ടായിരുന്നു, അതുപോലെ മുസ്ലിംസും ഉണ്ടായിരുന്നു. ഈ ജ്യൂസ് എണ്ണത്തിൽ അറബികളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു. എന്ന് മാത്രമല്ല, 1948 ആ കാലഘട്ടത്തിന് ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആ കാലഘട്ടം ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലുള്ള ജ്യൂസ് മൊത്തം മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എവിടേക്ക്? ഈ ഫലസ്തീനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, അന്നത്തെ ഫലസ്തീനിലേക്ക്. അങ്ങനെ 1948 അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ ബൗണ്ടറി നിർണയിച്ചതും ഒരു ലീഗലായിട്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു നിയമാശ്രിതമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ആനുപാതികമായിരുന്നില്ല എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് കാണാം. അതിനുശേഷം 1967 6 ഡേയ്സ് വാർ, ആ 6 ദിവസ വാറിൽ ഫലസ്തീൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും, വെസ്റ്റ് ബാങ്ക്, ഗാസ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ അവർ പിടിച്ചടക്കി ഇല്ലീഗലായിട്ട്. ഇന്നും അവരുടെ കൈവശം വെക്കുന്നു. മാത്രമല്ല, അവിടെ കുടിയേറ്റങ്ങളൊക്കെ നിർബാധം തുടരുന്നു. സെറ്റിൽമെൻറ്റുകളൊക്കെ അവിടെയുള്ള ആളുകളെ പായിച്ച് അവിടെ സെറ്റിൽമെൻറ്റുകൾ നിർബാധം തുടരുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് അവരെ നമ്മൾ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവരുടെ സൈനിക നടപടികൾ ഒരു മനുഷ്യത്വമില്ലാത്ത സൈനിക നടപടികളാണ് അവരുണ്ടാക്കുക. പിന്നെ അവരുടെ കുടിയേറ്റങ്ങൾ, അതാണെന്ന് വെച്ചാൽ കുടിയേറ്റങ്ങൾ എങ്ങനെയാണ്? സെറ്റിൽമെൻറ്റുകൾ, ജൂത കുടിയേറ്റങ്ങൾ, സെറ്റിൽമെൻറ്റുകൾ ഫലസ്തീൻ്റെ മണ്ണിൽ പോയിട്ട് അവിടുന്ന് ആട്ടിപ്പായിച്ചിട്ട് അവിടെ ഒരു വീട് വെച്ച് അവരവിടെ താമസിച്ച് അവരുടെ ഒരു നാടാക്കി മാറ്റും. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ, നമ്മുടെ നാട്ടിൽ വലിയ സ്വത്തുള്ള ഉടമകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ഭൂമികളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അവരുണ്ടാക്കിയത് പിടിച്ചടക്കി. കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരൊറ്റ തത്വത്തിൻ്റെ പുറത്തായിരുന്നു. അതുപോലെ തന്നെയാണ് അവർ സെറ്റിൽമെൻറ്റുകൾ, ജൂത സെറ്റിൽമെൻറ്റുകൾ അവർ നിർബാധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഫലസ്തീൻ ജനതയോടുള്ള അവരുടെ സമീപനം നമുക്കറിയാം. ഒരു ലോകത്ത് ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യനോ ചെയ്യാത്ത, നമ്മൾ കേൾവിയില്ലാത്ത, നമ്മൾ ഭയപ്പെടുന്ന, നമ്മൾ അറക്കുന്ന നിഷ്ഠൂരമായ കാര്യങ്ങളാണ് അവർ ഫലസ്തീൻ ജനതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ ഫലസ്തീനുമായുള്ള യുദ്ധത്തിലാണ്. നമുക്ക് ഈ അടുത്ത് ഒരു പത്രത്താളുകളിൽ നിന്ന് നമ്മൾ കണ്ടെന്താ, ഭക്ഷണം കിട്ടാൻ വേണ്ടി ക്യൂ നിന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ സത്യത്തിൽ അവരുടെ ഇടയിൽ ഒരു പടക്കെറിഞ്ഞാലും ചിലപ്പോൾ അവർ വീണ് പോകും. കാരണം അത്രയും തളർന്ന, വിശന്ന, പട്ടിണിയിലായ, ബുദ്ധിമുട്ടിയ ഒരു ജനവിഭാഗത്തിലേക്ക് അമേരിക്കൻ നിർമ്മിത ബോംബുകൾ അവരിട്ട് അവരെ കൊളാപ്സ് ചെയ്യാണ്. അപ്പോൾ അവരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അവർ സൈനിക കേന്ദ്രങ്ങളെയല്ല, മറ്റു ആരെയുമല്ല. അവരാകെ ടാർഗറ്റ് ചെയ്യുന്ന ഒരേ ഒരാളുകളാണ് സിവിലിയൻസ്.
യുദ്ധത്തിൽ സിവിലിയൻസിനെ അങ്ങനെ ടാർഗറ്റ് ആരും ചെയ്യാറില്ല, ചെയ്യാൻ പാടുമില്ല അന്താരാഷ്ട്ര നിയമപ്രകാരങ്ങൾ. പക്കാ സിവിലിയൻസ്. അതുമാത്രമല്ല, അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവർ നമ്മളെ യുദ്ധം ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാമെന്ന തീവ്രവാദികളോടാണ് അല്ലെങ്കിൽ ജനങ്ങളോടാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ നിന്ന് എന്താണ്, ഒരു കയ്യിൽ പ്ലേറ്റ് പിടിച്ച് അല്ലെങ്കിൽ പാത്രം പിടിച്ച് ഭക്ഷണത്തിൻ്റെ ക്യൂവിലായിരുന്നു അവർ. ലോകത്ത് പട്ടിണി മരണങ്ങളിൽ ഭൂരിഭാഗം നടക്കുന്നത് എവിടെയാണ്? ഗാസ സ്ട്രിപ്പിലല്ലേ. എന്താണ് ഗാസ സ്ട്രിപ്പിലെ ചരിത്രം? 2007 മുതൽ ഈ ഗാസ സ്ട്രിപ്പിലേക്ക് ഇന്ധനം വേണം, മെഡിക്കൽ ഉപകരണങ്ങൾ വേണം, വെള്ളം വേണം, ജലം വേണം, കുടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ജലം വേണം, ബിൽഡിംഗ് മെറ്റീരിയൽസ് വേണം. കാരണം കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് വേണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇസ്രായേലിൻ്റെ കനിവ് വേണം. കാരണം ഗാസ ഒരു സ്ട്രിപ്പാണത്, ഒരു ഐലൻഡാണത്. അതിനെ ചുറ്റപ്പെട്ട്, ഇസ്രായേലിനെ ചുറ്റപ്പെട്ട ഒരു ഐലൻഡാണ് ഗാസ സ്ട്രിപ്പ്. അവിടേക്ക് എന്ത് വരണം, എന്ത് വരണ്ട, അവിടെ വൈദ്യുതി വേണോ, അവർ നല്ല വെള്ളം കുടിക്കണ്ടേ, എല്ലാം തീരുമാനിക്കുന്നത് ഇന്ന് ഇസ്രായേലാണ്. നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മളൊരു ദ്വീപിലാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് മറ്റുള്ളൊരു രാജ്യം കടന്നു വന്ന് നമ്മളെ കീഴടക്കി, നമ്മളെ ചുറ്റുഭാഗം അവരുടെ കയ്യിലാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ മറുഭാഗത്തേക്ക് നമുക്കെത്തണമെങ്കിൽ നമ്മൾ ശത്രു രാജ്യത്തിൻ്റെ ബൗണ്ടറി കടന്ന്, അവർ ചെക്ക് പോസ്റ്റ് കടന്ന് അപ്പുറത്തേക്ക് എത്തണമെന്നൊരവസ്ഥ എന്ത് ഭീതിജനകമായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ രാജ്യം വേറൊരു രാജ്യത്ത് യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഫെസിലിറ്റികളൊക്കെ തരുന്നത് ആ രാജ്യത്തെ സംവിധാനങ്ങളാണ്. ആ രാജ്യത്തെ സംവിധാനങ്ങളൊന്നും തന്നെ നമുക്ക് എത്താൻ സാധിക്കില്ല. മാത്രമല്ല, ഇവരുടെ കനിവിലെ നമുക്ക് വല്ലതും കിട്ടൂ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ശത്രു രാജ്യത്തിൻ്റെ നമുക്ക് വല്ലതും കിട്ടുമോ? മാത്രമല്ല, അവർ ലേറ്റസ്റ്റ് നമ്മളെ വിവരങ്ങളൊക്കെ നമ്മൾ നോക്കി. ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്താ? കൊടുക്കുന്ന ഭക്ഷണത്തിൽ വരെ അവർ ആൽക്കഹോളിക് കണ്ടൻറ്റ് അല്ലെങ്കിൽ മയക്കുമരുന്നുകളൊക്കെ കൊടുത്തിട്ട് മറ്റുള്ളവരെ മയക്കി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ജീവഹാനി വരുത്തുക എന്നുള്ള അതിനിഷ്ഠൂരമായ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് സത്യത്തിൽ ഇസ്രായേലിനല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. കാരണം അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. ഒരു അന്താരാഷ്ട്ര നിയമങ്ങളും ബാധകമല്ല. വെറും വാക്കിൻ്റെ അല്ലെങ്കിൽ വെറും നുണബോംബിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, അവർക്ക് നമ്മുടെ ലോക പോലീസിൻ്റെ ഒരു അപാരമായ പിന്തുണയും കൂടിയാവുമ്പോൾ അവരുടെ ജീവിതം നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ കാര്യങ്ങളും നിർബാധവും ചെയ്തികളും. കാരണം അവർക്ക് അരക്ഷിതാവസ്ഥ പ്രശ്നമല്ല, അവർ മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇസ്രായേലിൻ്റെ അത് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫലസ്തീൻ്റെത് നോക്കും, ഇറാൻ്റെത് നോക്കും. അങ്ങനെ നമുക്ക് അവരുടെ സംഘടനത്തിലേക്ക് പോകാം.